ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന അതിന് ദൈവത്തെ നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ആ ഗിഫ്റ്റിൻ്റെ കാര്യം ചോദിച്ച് ക്കാത്ത എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. ഇന്നലെ തൊട്ട് എനിക്കത് ഇനി സർവീസിങ്ങിന് വിളിക്കണം. അത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോയിൽ നന്നായിട്ടില്ല, കീബോർഡ് ചിലയ്ക്കുന്നത് പോലെ കേൾക്കാം. അപ്പോൾ എല്ലാവരും അതിൽ ആൻസർ കറക്റ്റാണ് പറഞ്ഞത്. അത് എന്തുവാ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്നലത്തെ ദിവസം ഇവിടെ ചിരിച്ച് മറിഞ്ഞെന്നുള്ള എല്ലാവരും മണ്ണ് തപ്പിയെന്ന് പറയും. ഇപ്പം അഖിൽ ചോദിക്കും, ചേച്ചി മണ്ണ് തപ്പിയോ എന്ന് ഇപ്പം ചോദിക്കും. എന്തോ പറഞ്ഞാലും അവരൊരു എന്തെങ്കിലും കൊണ്ടാവും പൊക്കിക്കൊണ്ട് വരും. അപ്പോൾ പിന്നെന്താ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നോക്കുക. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പാഠം. എന്താണേലും നമ്മളത് നോക്കി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഇവിടെ ഞങ്ങളുടെ രണ്ട് മക്കളുടെ സ്വഭാവം രണ്ട് ടൈപ്പാണ്. പ്രൈസമോൻ എന്തെങ്കിലും കിട്ടിയാൽ അവൻ അതൊന്നെല്ലാം ഒന്ന് വായിച്ചൊക്കെ നോക്കി ഒന്ന് നോക്കുക. കാരണം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഒരു ഫുട്ബോൾ അവിടെ കിടന്നു. അപ്പോൾ അമ്മ എന്നോട് ഇത് പറഞ്ഞത്, ഫുട്ബോൾ നോക്കിയാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സുള്ള പിള്ളേർക്കുള്ളതാണിത്. അപ്പം ജേക്ക് മോനും ജോഷ് മോനും ആ കളിച്ചത്. അന്നേരം അമ്മച്ചി ഇതവർക്ക് കൊടുക്കല്ലേ, അവരുടെ പ്രായമല്ലേ ഇത് കളിക്കാൻ. അന്നേരം അമ്മ പറഞ്ഞ് ഇവൻ കൊള്ളാമല്ലോ, ഇവൻ ഇതെല്ലാം നമ്മളൊന്നും അത് കുഞ്ഞക്ഷരത്തിൽ അത് എഴുതിയിട്ടുണ്ട്, നമ്മളൊന്നും അത് ശ്രദ്ധിച്ചില്ല, അവനിങ്ങനെ പറഞ്ഞത്. അപ്പം ഇതും ഇവനാണ് കണ്ടുപിടിച്ചത്. പോൾമോനാണെങ്കിൽ എന്തെങ്കിലും കിട്ടിയ എന്ന സാധനമാണെങ്കിലും ഉടനെ അവനെടുത്ത് ഒറ്റ വായിലിടും, ഒന്നും നോക്കത്തില്ല. ഇത് എല്ലാവർക്കും പഠിക്കാനുള്ളൊരു പാഠമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവുക. ആൻസർ എല്ലാവരുടെയും കറക്റ്റായിരുന്നു, ലഡു ആയിരുന്നു. പക്ഷേ അത് എങ്ങനെയുള്ള ലഡു ആയിരുന്നു എന്നൊക്കെയുള്ളത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ലാബ് എന്ന് പറയുന്നത് നല്ല സർവീസിങ് ആണ് കേട്ടോ. ഓൺലൈനിൽ നമ്മൾ നോക്കിയതാണ്. കാരണം ഡാഡിക്ക് ഹോസ്പിറ്റലിൽ പോയണേ അവർ കുറേ ടെസ്റ്റുകൾ, കിഡ്നിയുടെയും ലിവറിൻ്റെയും അങ്ങനെയുള്ള എല്ലാം, അങ്ങനെ ഒരു അസുഖമില്ല ഡാഡിക്ക്. ചെന്ന ഉടനെ അവർ ഡാഡിയുടെ BP ഹോസ്പിറ്റലിൽ പോയണേ അവർ കുറേ ടെസ്റ്റുകൾ എഴുതി കൊടുത്തു, അത് വെളിയിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു വെളിയിൽ പ്രൈവറ്റിൽ നമ്മൾ നോക്കി, ഇവിടെ അടുത്ത് നോക്കിയുണ്ടേ 4000-ഓളം വരും ആ ടെസ്റ്റ്. അപ്പോൾ റേച്ചാരടുത്ത് ആരോ പറഞ്ഞ് ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്, ഇത് അത് ഓൺലൈനിലാവുന്ന നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചതാണ്. പോകത്തില്ല, നീ എന്താ സ്കൂളിൽ പോഞ്ഞേ? വേണ്ട, നീ എന്താ സ്കൂളിൽ വേണ്ട. ഇന്ന് നിന്നെ വീട്ടിൽ ഇരുത്തത് നിനക്ക് റെസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് നാളെ സ്കൂളിൽ പോകാനാ. അപ്പൊ താഴെ പോണവന് കളിക്കാൻ. വേണ്ട, വിടുന്നില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്. പോ. ചുമച്ച് ഇന്ന് 3 ഫ്ലോർ കയറി പോണമെന്ന് പറഞ്ഞ് വിട്ടില്ല. അപ്പൊ അവന് കളിക്കാൻ പോണം. പോയിരുന്ന് എഴുതാം. ഹോംവർക്ക് ഇന്ന് ഇപ്പൊ എന്താണ് വാട്സാപ്പിൽ വന്നത്, എഴുത്. വിടത്തില്ല, ഞാൻ വിടത്തില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്നേരം രാവിലെ 8 മണിക്കാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ 8 മണിയായപ്പോഴേ അവർ വന്ന് അവരുടെ സർവീസിങ് നല്ല അടിപൊളി സർവീസിങ്ങാണ്. 8 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് വന്നു. ഈ ലാബിൻ്റെ പേര് ഓറഞ്ച് ഹെൽത്ത് ലാബ് എന്നാണ്. ഇതിൻ്റെ മെയിൻ ഓഫീസ് ബാംഗ്ലൂരിലാണ്. പിന്നെ ഈ സിറ്റി ഏരിയകളിൽ ഇങ്ങനെ അതിൻ്റെ ബ്രാഞ്ചുണ്ട്. നമ്മളിപ്പം പിന്നെ ഈ ഓലയൊക്കെ ബുക്ക് ചെയ്യത്തില്ലേ, അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ അവൈലബിൾ ആരാന്ന് വെച്ചാൽ ആ വ്യക്തികൾ വരും. അപ്പോൾ രാവിലെ ഡാഡിക്ക് ഫാസ്റ്റിങ്ങും അങ്ങനെ കുറേ ടെസ്റ്റിങ്ങുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ PP മീൻസ് പോസ്റ്റ് ലഞ്ച് അതെടുക്കണമായിരുന്നു. അപ്പോൾ രാവിലെ വന്നതൊരു പുള്ളിക്കാരനാണ്. അപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ ബ്ലഡൊക്കെ എടുക്കും, ഒരു വെയിൻ കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ അയ്യോ ആ ഞരമ്പേലിട്ട് കുത്തിയിട്ട് ബ്ലഡ് വരാനായിട്ട് പുള്ളി ഇപ്പോൾ കാണിച്ചത് പുതിയ സിറിഞ്ചാന്നാണ് കാണിച്ചത്. അത് ആ പെങ്കൊച്ചും വന്നിട്ട് കാണിച്ചത് പുതിയ സിറിഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. ഇതെന്ന് പറയുന്നത് ഒരു സിറിഞ്ച് പോലെ ഒരു ക്യാപ്പ് അവിടെ വെച്ചിട്ട് ഒന്ന് കുത്തുമ്പം ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത ആ ബോട്ടിൽ നിറയെ. നമ്മളതിൻ്റെ ഒരു ട്യൂബ് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ലാബിലൊക്കെ ബ്ലഡ് എടുക്കുന്നത് സിറിഞ്ചിൻ്റെ അകത്ത് ബ്ലഡ് എടുത്തിട്ട് ആ സിറിഞ്ചിൽ നിന്ന് നമ്മൾ പിന്നെ ഏത് റിസൾട്ട് എന്ന് വെച്ചാൽ അതിന് ഓരോ ബോട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെ ട്യൂബ് പോലെ കാണുമല്ലേ, അപ്പോൾ ആ ട്യൂബിൽ നമ്മൾ ഒഴിക്കുമല്ലേ. ഇതെന്ന് പറയുന്നത് ആ ട്യൂബ്
ഈ സിറിഞ്ചിൻ്റെ അകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവരിങ്ങനെ കുത്തുമ്പം ആ ട്യൂബിൻ്റെ അകത്തോട്ട്, ആ ട്യൂബ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ പോലുള്ള അതിൻ്റെ അകത്തോട്ട് അങ്ങ് വീഴും. നല്ല അടിപൊളി സർവീസിങ് ആയിരുന്നു. അപ്പോൾ രാവിലെ റീച്ചാനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇതൊക്കെ ആയതുകൊണ്ട്. എന്താ വീഡിയോ എടുക്കുന്നതെന്ന് പുള്ളി ചോദിച്ച്. അപ്പം റീച്ചാൻ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ചിലർക്കൊക്കെ ഫേസ് എടുക്കുന്നത്, ഈ പുള്ളിയും പറഞ്ഞെന്ന് പറയുന്നത് അയ്യോ അതിന് കുഴപ്പമില്ല എടുത്തോന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇത് ഓൺലൈനാണ്. റീച്ചാൻ്റെ ആരോ ഫ്രണ്ട്സ് പറഞ്ഞതാ ഇങ്ങനെ നല്ല ഒന്നും ചെയ്തു. പക്ഷേ ഇവിടുത്തേനേക്കാൾ ഇത്തിരി ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ നമുക്ക് വാട്സപ്പിൽ അതിൻ്റെ റിപ്പോർട്ട് തരും, PDF തരും. പിന്നെ നമ്മൾ പോയി പ്രിൻ്റ് ഔട്ട് പോയി എടുത്താൽ മതി. അത് കഴിഞ്ഞ് ഞാൻ ഡാഡിക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മോരുകറിയൊക്കെ ഉണ്ടാക്കാനായിട്ടിരുന്നു. അപ്പോൾ പ്രൈസിന് ബുധനാഴ്ച സ്കൂൾ തുടങ്ങി. അപ്പോൾ ബുധനും വ്യാഴവും വിട്ടില്ല. കാരണം അവന് നല്ല ചുമയുണ്ടായിരുന്നു. അന്ന് വെളിയിൽ പാർട്ടിക്ക് പോയ ഉടനെ അവന്മാരടുത്ത് കൊക്കക്കോള കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ കണ്ടില്ലായിരുന്നു അവൻ കാണിച്ചത്. ഞാൻ എത്രമാത്രം പറഞ്ഞ് പിന്നെയും ഞാൻ ചിന്തിച്ച് നമ്മൾ ഈ വയ്യാന്ന് പറഞ്ഞ പിള്ളേരെ ഞാൻ അമ്മയ്ക്ക് വെക്കുന്നത് എന്നങ്ങ് ശീലിച്ചോട്ടെന്ന് ഞാനും മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ അതിൻ്റെ നാട്ടെ അതാ ഈ ചില പിള്ളേർക്കുണ്ട് എത്ര അസുഖമാണേലും ചുമയാണേലും അവർക്ക് തണുത്തത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്തൂടെ പോയാൽ മതി, നമുക്ക് അത് കൂടും. ആ അവസ്ഥയായിരുന്നു പ്രൈസന്. അവൻ സൂപ്പും കുടിക്കും, ഒരു കവള് കൊക്കക്കോളയും. ഈ പിള്ളേർക്കൊക്കെ ഈ തണുപ്പിനോട് ഇത്രയും ജ്യൂസിനോടൊക്കെ ഇത്രയും കൊതി എന്തോ. നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത്, നമ്മുടെ കൊച്ചിലേ നമ്മളതുപോലെ അല്ലായിരുന്നു. അപ്പം അന്ന് ഞാനങ്ങ് കണ്ണടച്ചു. റീച്ചാൻ പറഞ്ഞാൽ കുടിക്കട്ടെ സാരമില്ല. അപ്പം ഞാനും ചിന്തിച്ചെന്നാൽ എൻജോയ് ചെയ്യാൻ വന്നില്ല, അങ്ങ് ചെയ്തോട്ടെ എന്തുവാ അനുഭവിക്കുമായിരുന്നു 2 ദിവസം കൊണ്ട്. അപ്പം മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. അപ്പം ഒരു കറിക്ക് അവിടെ റെഡിയായി. അപ്പം ഞാൻ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചായിരുന്നു, അതൊന്ന് തോരൻ വെക്കട്ടെ. അപ്പോൾ ഇന്നലെയാണ് ഞാനൊന്ന് വെജിറ്റബിൾസ് നൂഡിൽസ് ഉണ്ടാക്കാൻ നേരം ഞാൻ ഇച്ചിരി ക്യാപ്സിക്കവും ക്യാരറ്റും അരിഞ്ഞത് ഒരു ഇച്ചിരി ഒന്ന് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് അതുകൂടി ഇതിൻ്റെ അകത്ത് ഒരു ഇച്ചിണിയുള്ളൂ 2 ടേബിൾ സ്പൂൺ കാണും, അത് കളയണ്ടെന്ന് പറഞ്ഞ് അത് അതിൻ്റെ അകത്ത് മായിക്കകത്ത് പിന്നെ ഇവന്മാർക്ക് വെജിറ്റബിൾസ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർക്ക് അങ്ങനെ കൊടുത്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ വെജിറ്റബിൾസ് ഇട്ടുണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് കുറേ അരിഞ്ഞായിരുന്നു, എല്ലാവർക്കും കൂടെ വേണമെന്ന് പറഞ്ഞ് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വന്നായിരുന്നു. അപ്പം ബീട്രൂട്ടിന് വേണ്ടി സവാളയും 2 വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റി എടുത്തിട്ട് ബീട്രൂട്ട് ഇടാം. ബീട്രൂട്ട് തോരൻ ഇവിടെ പോളിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, റീച്ചാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ ബീട്രൂട്ടും ആ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഇതിൻ്റെ അകത്ത് അങ്ങിട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കി അടപ്പത്തിട്ടിട്ട് അപ്പോഴത്തേക്കിന് ഡാഡിക്ക് സെക്കൻഡ് ബ്ലഡ് എടുക്കാൻ സമയമായി. അപ്പോൾ അന്നേരം രണ്ടാമത് വന്നത് ഒരു പെങ്കൊച്ചായിരുന്നു. इसके ऊपर हाथ रख दिया क्या चलेगा? इस पे हाथ रखना नहीं, वो मतलब कलेक्शन बराबर ये सही है। अच्छा नीचे रहना चाहिए। मैम वीडियो तो ले रहे, आपका नहीं ले रहे? नहीं वही मैं ब्लॉग करते हैं। हाँ लेकिन केरला मलयाली केरला का। अच्छा नहीं किसी को फेस दिखाएगा तो അപ്പം കറക്റ്റ് സമയത്ത് അവർ വന്നു. ഒരു പെങ്കൊച്ചായിരുന്നു വന്നത്. അപ്പോൾ രാവിലെ എടുത്ത കൈയിൽ നിന്നല്ല തിരിച്ച് ചാടിയായി ഇരുത്തി. അപ്പോൾ ഈ കൈയിൽ നിന്നിട്ട് അപ്പം ഞാനാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അവളുടെ ഫേസ് ഒന്നും എടുക്കാതെ എടുത്തു. അപ്പോൾ അവൾ ചോദിച്ചു എന്തുവാ മാഡം വീഡിയോ എടുക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഫേസ് എടുക്കുന്നില്ല, ഇങ്ങനെ ചാനൽ ഇടാനാണ്. ആ ചാനലുണ്ടോ? ഞാൻ പറഞ്ഞു ഓ ചാനലുണ്ട്, വ്യൂസൊന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാ എൻ്റെ ഫേസ് കൂടെ എടുത്തോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സ്മാർട്ട് ഒരു പെങ്കൊച്ച്. അന്നേരം ഞാൻ അത് കഴിഞ്ഞ് അവൾ അനുവാദം തന്നപ്പം ഞാൻ പിന്നെ ഫേസ് കൂടെ എടുത്ത്.
അപ്പോൾ അവൾ പറഞ്ഞു ഇത് എന്ന് വീഡിയോ ഇടും, എനിക്ക് എൻ്റെ ഇതൊക്കെ ലിങ്കൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അയച്ചു തരണേ എന്നും പറഞ്ഞു. അവളും പുതിയ സിറിഞ്ച് എടുത്തുണ്ടേ കാണിച്ചതാണ്ട് ഇത് പുതിയ സിറിഞ്ചാന്ന്. അപ്പോൾ ഇപ്പം അവൾ അനുവാദം തന്നിട്ടാണ് ഞാൻ എടുത്തത് വീഡിയോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലേ, അത് ശരിയായി, എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ലെന്ന്. നല്ലൊരു പെങ്കൊച്ച്. മീൻസ് ഇടപെടാനായിട്ട് ചിലരുണ്ടല്ലേ, നമുക്ക് സൗന്ദര്യത്തിലല്ല മനുഷ്യരുമായിട്ട് ഇടപെടാൻ ഒരു നല്ലൊരു കഴിവ് ഈ കൊച്ചിനുണ്ട്. കുറേ ഇങ്ങനെ അങ്ങ് ചോദിച്ച് നിങ്ങൾ ഏത് നാട്ടുകാരാ, ഏത് ഭാഷയാണ് പറയുന്നത്, എന്തുവാ, അങ്ങനെയല്ല. അപ്പോൾ പിന്നെ അവസാനം ഇവളാ പിന്നെ നമുക്ക് ഒരു ദീപാവലിയുടെ ഗിഫ്റ്റാണെന്നും പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് അവളുടെ മൊബൈൽ തന്നിട്ട് പറഞ്ഞ് ഒന്ന് എൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കണേ, ഞങ്ങൾ അവരുടെ ഇതിലെങ്ങാണ്ട് ഇടാനാ. അങ്ങനെ അവളുടെ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ എനിക്കവൾ സെൻഡ് ചെയ്ത് തന്നു. ഞാൻ പറഞ്ഞു എനിക്കൂടെ ഒന്ന് തന്നേക്കണേന്ന്. അതുകൊണ്ട് ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി വെക്കും. അവിടെ ആ ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ബ്ലഡ് വരുന്ന ട്യൂബേ, അതെന്നിട്ടിങ്ങ് എടുത്താൽ മതി. അപ്പോൾ അവൾ പറഞ്ഞ ഇങ്ങനെ ഒരു ഗിഫ്റ്റുണ്ട്, എൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അങ്ങനെ ഫോട്ടോ എടുത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റ് തുറക്കുമ്പോഴാണ് രസം. ആ ബോക്സ് അവരുടെ ഓറഞ്ച് ഹെൽത്ത് ലാബ് എന്നുള്ള പേരാണ് എഴുതിയേക്കുന്നത്. ആരും ഒക്കെ ഡൗട്ട് വരത്തില്ല ഇത് എന്തുവാന്ന്. എൻ്റെ ദൈവമേ, അറിയാൻ വയ്യാത്ത ആരെങ്കിലും ആയിരുന്നെങ്കിൽ കടിച്ച് പൊട്ടിച്ച്, ഞാൻ പറയുന്നില്ല ഇപ്പം, എല്ലാം വരട്ടെ. പോൾമോൻ ഇന്നൊരു ഫ്രാങ്കായിരുന്നു. വേണ്ട, ഇവൻ പോയി നോക്കുന്നുണ്ട്. ഇന്നലെ മായ ചോദിക്കുന്ന കേട്ട് റേച്ചൻ ഡൈ ചെയ്യത്തില്ലേന്ന്. റേച്ചന്റെ മറുപടി എന്തുവാ? ഇതെന്നാലും എന്തുവാ, കത്തിക്കാനാണോ തിന്നാനാണോ? അയ്യോ, ഇത് അറിയാൻ വയ്യാത്തോടെ കൊടുത്ത് അവരെടുത്ത് കടിക്കും. പ്രൈസനാ കണ്ടുപിടിച്ചത്. അയ്യോ, ആന്ന് പിടിച്ചിട്ട് അതാ ഇതാണ്ട. അന്നേരം നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് തോന്നിയില്ലല്ലേ? റേച്ചാൻ പൊട്ടാതെ എടുത്തതാ ലഡു തിന്നാൻ. കടിച്ച് പല്ലും പോയനേം. അല്ല, അത് തമാശക്ക് കാണിച്ച. പ്രൈസമ്മോൻ കൊള്ളാലെ കണ്ടുപിടിച്ച്. പ്രൈസർ എന്തോ കിട്ടിയാലും ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യും. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. അയ്യോ, അമ്മ എടുത്ത് വാങ്ങിയിടുക റേച്ച. ഇപ്പൊ റൈസന്റെ കൂട്ടല്ല ബോള്. ആര് കണ്ടാലും ഒറിജിനൽ ലഡു ആണെന്നേ ചിന്തിക്കൂ. ലഡുവിൻ്റെ താഴത്തെ ഈ പേപ്പറും ആ ക്യാൻഡിലിൻ്റെ ആ നൂലുണ്ടല്ലേ, അത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമല്ലായിരുന്നു. അതങ്ങ് അമക്കി അതിൻ്റെ അകത്തോട്ട് ഒട്ടിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആരും ചിന്തിച്ചില്ല. റേച്ചം ലഡു അമക്കിയാൽ പൊട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ കൈ പിടിച്ചതേ ഉള്ളൂ. തൊട്ട് നോക്കിയുണ്ടേ അത് കല്ല് പോലെ ഇരിക്കുന്നു. അപ്പം പോൾമോൻ വരാറായി. അവൻ ട്യൂഷന് പോയേക്കുമായിരുന്നു. അവൻ വരുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിക്കോണേ. എടാ, ഒന്ന് നോക്കണോടാ, ഇതൊക്കെ കിട്ടിയ ഒട്ടനെ എടുത്ത് അങ്ങ് വായിടല്. ഞാൻ അന്നേരം പറഞ്ഞു ഇവൻ എടുത്ത് വായിടുവന്ന്. സബ്ലോ പപ്പ എല്ലാരും വിശ്വസിച്ച് ലഡുവാന്ന്. ആ, ഓളിങ്ങോട്ടോടി വന്ന് അത് കൊടുത്തപ്പോഴേ എടുത്തങ്ങ് വായിടാൻ നോക്കി. അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഒരു സാധനം നമ്മുടെ കൈ കിട്ടിയാൽ നമ്മളൊന്ന് നോക്കണമെന്ന്. അവൻ അന്നേരം തൊട്ട് പുറകെയാ, എനിക്ക് ലഡു വേണം. അത് ലഡു കണ്ടോണേ പറയാ, പപ്പ ലഡു വാങ്ങിയിര്, പപ്പ ലഡു വാങ്ങിയിര്, പപ്പ ലഡു വാങ്ങിയിരുന്ന് പറഞ്ഞ് ഇപ്പോഴും പോള് പുറകെയായിരുന്നു.
ഓ എന്തോ ഞാൻ ആ പെങ്കൊച്ച് 3-4 പ്രാവശ്യം പറഞ്ഞു ഹാപ്പി ദീപാവലി എന്ന് ഗിഫ്റ്റാണെന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് അതുകൊണ്ടായിരിക്കും അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ആ പെങ്കൊച്ചിനും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് എന്തുവാന്നുള്ളത്. അല്ലെങ്കിൽ അറിയാൻ വയ്യാത്ത ആരെങ്കിലും വാങ്ങി കടിക്കത്തില്ല. എന്നിട്ട് പോളത് ക്യാൻഡിൽ കത്തിച്ചുണ്ടേ 1 മിനിറ്റ് കൊണ്ട് അത് ഉരുകിപ്പോയി. എന്തുവന്നാലും നല്ലൊരു സംഭവമായിരുന്നു, നല്ലൊരു കോമഡി ആയിരുന്നു. വീട്ടിൽ രാവിലെ തൊട്ട് കുറേ നേരം ഇത് തന്നെയായിരുന്നു സംസാരം. പോളിനാണെങ്കിൽ അത് തിന്നാനും പറ്റിയില്ല എന്നുള്ളത് കണ്ടാൽ ആരും നിങ്ങൾ തന്നെ എല്ലാവരും കണ്ടില്ലേ. അതാ നൂല് മേപ്പോട്ട് ഇരിക്കുമല്ലായിരുന്നു, അതേ തന്നെ ആ ലഡുവിൻ്റെ അകത്ത് ഇങ്ങനെ അങ്ങ് ഒട്ടിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ഇതാണ്, നമ്മളും ചിന്തിച്ച് ദീപാവലിയായിട്ട് സ്വീറ്റ്സ് കഴിക്കാൻ കൊടുത്തിയായിരിക്കുമെന്ന്. എന്തു വന്നാലും കൊള്ളാം. റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ വീഡിയോ അവൾക്ക് അയച്ചു കൊടുക്കണ്ട, അവൾ എന്തോ തോന്നിക്കാണും നമ്മളിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് അനുഭവിച്ചത്, അല്ലെങ്കിൽ ഒന്ന് പറയാമായിരുന്നല്ലോ, അറിയാമായിരുന്നെങ്കിൽ ഇത് ആർട്ടിഫിഷ്യലാന്നേ മീൻസ് ക്യാൻഡിലാന്നേലും ഒന്ന് പറയാമായിരുന്നല്ലോ. ഞാൻ പറയാം അറിയാൻ വയ്യാത്തയോ ഇപ്പം അപ്പച്ചനെ പോലുള്ളവരായിരുന്നെങ്കിൽ എടുത്ത് കടിച്ച് പല്ലും പോകത്തില്ലായിരുന്നോ. അപ്പോൾ ഞാൻ പിന്നെയും ചിന്തിച്ച് ചിലപ്പോൾ ആ കൊച്ചിനെ അറിയത്തില്ലായിരുന്നേക്കാന്ന്. ഞാൻ പറയാം നമ്മൾ മലയാളത്തിലല്ലേ പറയുന്നത്, വീഡിയോയിൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന്. ടീച്ചർ പറയാം അവൾ ഇന്ത്യക്കും അവളെ കളിയാക്കിയതാ, നമ്മൾ ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞു അതൊന്നും മനസ്സിലാവത്തില്ല, സാരമില്ല, നമ്മൾ ഉള്ള സംഭവമില്ലേ നമ്മൾ ഇട്ടത്, നമ്മളും അറിഞ്ഞില്ലല്ലോ ഇതെന്തുവാന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് റെഡിയായി. തേങ്ങ അരച്ച മീൻകറി ഉണ്ട്, ബീട്രൂട്ട് തോരൻ, മോര് കറി, ഇത്തിരി ഇന്നലത്തെ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, അതാ പോൾമോന് കൊടുത്തത്. അവന് മെഴുക്ക് പുരട്ടി ഏതാ ഉരുളൻകിഴങ്ങ്, അവന് ഉരുളൻകിഴങ്ങ് കണ്ടാൽ പിന്നെ അത് മതി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നലെ എത്രയാണ് ഞാൻ ഈ കാണിക്കുന്ന മീനിൻ്റെ. അപ്പോൾ റീച്ചാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് മത്തി ഇച്ചിരി വലുതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് വീഡിയോയിലും ഇച്ചിരി വലുതാന്ന്, പക്ഷേ നേരിട്ട് കാണുമ്പം തീരെ പൊടിയാണ്. അപ്പം ഞാൻ കുറച്ച് ഇപ്പം വൈകിട്ടങ്ങ് വെട്ടി വെച്ചു, തോരനൊക്കെ വെക്കുകയാണ്. കറിക്കൊന്നും നോക്കത്തില്ല. ഇത്രയും 300 രൂപ. റീച്ചാൻ ആവുന്നേം പറഞ്ഞ പൊടിയാ വേണോന്ന്, ഞാനാ പറഞ്ഞതിങ്ങ് വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്ത് വെട്ടി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.